ഗണപതിയെ നമ അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2025 27 നാളുകൾക്കും സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് തൊട്ട് വെച്ചാൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമ്മൾ ഇന്ന് പറയുന്നത് പുണർനക്ഷത്രത്തെക്കുറിച്ചാണ്. വരായികളെ പറ്റി നന്നായി ചിന്തിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിനും ശേഷം മാത്രം പെരുമാറാൻ നോക്കുക. അതായത് 2025 വരായികളെ പറ്റി നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷം പെരുമാറാൻ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക, അതുതന്നെയാണ് ഗുണകരം. വ്യാപാര വ്യവസായ മേഖലയിൽ ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കണം. വ്യാപാര വ്യവസായ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നന്നായി ശ്രദ്ധിക്കുക. കുറച്ചും കൂടി ഒന്ന് കൃത്യത പുലർത്തുക, കണിശത പുലർത്തുക. പണം ചെലവഴിക്കുന്നതിലൊരു മിതത്വം പാലിക്കുന്നത് നേട്ടമുണ്ടാക്കും. കുടുംബ ബന്ധത്തിൽ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ നിലനിന്നിരുന്നൊരു സമയമായിരുന്നുവെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. വീഴ്ചകൾ ചെയ്യുന്നത് ഈ വർഷം ഗുണകരമായ കാരണം വീഴ്ചയായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം നല്ലത്. വിട്ടുവീഴ്ചയോടെയോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗുണകരമായിരിക്കും. എല്ലാ കാര്യത്തിലും വാശിയോടെയുള്ള ഒരു സമീപനം മാറ്റിയെടുക്കുന്നതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. അസാധാരണമായിട്ടുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം, പക്ഷേ അതൊന്ന് മാറ്റുന്നതാണ് ഏറെ ഗുണകരം. ഏത് കാര്യവും ആരംഭിക്കുന്നതിന് ഒരു ഭയം നിങ്ങളിലുണ്ടാകും എന്നത് സത്യമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരംഭിച്ചാൽ അത് ചിട്ടയോടുകൂടി ആത്മവിശ്വാസത്തോടും കൂടി ചെയ്ത് തീർക്കുവാൻ കഴിയുന്നൊരു വ്യക്തിത്വമാണ് നിങ്ങളുടേത്. ആ ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആരംഭിക്കാനുള്ളൊരു മടി മാറ്റിയെടുക്കുക. മാറ്റിയെടുത്തിട്ട് അത് നിങ്ങൾ ഈ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അതായിരിക്കും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ലത്. നല്ല നല്ല അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകും ഈ ഒരു കാരണം കൊണ്ട്, ഈ ഒരു മടി കാരണം. അപ്പോൾ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിൽ നല്ല ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു വ്യക്തിത്വമാണ് നിങ്ങളുടേത്. വളരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഏതൊരു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടും സുതാര്യതയോടും കൂടി ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതൊരു മുഖമുദ്രയാണ് നിങ്ങളുടെ. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോവുക. അതായിരിക്കും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഈ വർഷം നന്നായിരിക്കുന്നത്. 2025 ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.